I heard 1,000 blended notes. While in a grove, I sing reclaim. In that sweet mood, when pleasant thoughts bring sad thoughts to my mind. To her pharaohs did nature link the human soul that through me ran, and much it grieved my heart to think what man has made of man. Through primrose tufts in that green bowl, the periwinkle tried its reds, and it's my fate that every flower enjoys the air it breathes. The birds around me hopped and played. Their thought I can't measure, but the least motion which they made, it seemed a thrill of pleasure. Spread out their fan to catch the breezy air, and I must think do all I can that there was pleasure there. From heaven be sent, if such be nature's holy plan, here I not reason to lament what man has made of man. Summary of the poem. The present poem is a kind of protest against what man has done to man. The speaker is experiencing joy and sorrow at the same time. He is reclining in a beautiful grove which is surrounded by beautiful nature. Though speaker enjoys the beautiful scene, he feels sad to think about the deeds of mankind. The speaker knows that nature is connected to his soul, and nature guides and leads him to think about what man has made of man. While thinking about mankind, he is still enjoying the beautiful scene around him. Towards the concluding lines of the poem, the speaker looks more closely at the happy birds, plants, and other natural creatures. He is skeptical whether those creatures are really full of joy. He concludes that they are really happy. In the final stanza, the speaker says that if nature is truly full of pleasure, then he feels that he has a good reason to lament over the deeds of the man. The poem concludes with the line, "What man has made of man."
നമുക്കതിൻ്റെ ലൈൻ ബൈ ലൈൻ അർത്ഥങ്ങളിലൂടെയൊക്കെ ഒന്ന് സഞ്ചരിച്ച് നോക്കാം. I had 1,000 blended notes, while in a grove I sat reclaimed. ഞാനിപ്പോൾ നിൽക്കുന്നത് പോലെ തന്നെ ഒരു പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ തരത്തിലുള്ള ഒരു കാടിൻ്റെ നടുവിലായിട്ടാണ് അദ്ദേഹം ഇരുന്നിട്ടുള്ളത് ഈ കവിത എഴുതാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഐ ഹേർഡ് 1,000 ബ്ലെൻഡഡ് നോട്ട്സ്. ഞങ്ങളുടെ ആയിരക്കണക്കിന് ബ്ലെൻഡഡ് നോട്ട്സ്. ബ്ലെൻഡ് എന്ന് പറഞ്ഞാൽ മിക്സഡ് എന്നാണ് അർത്ഥം. നോട്ട്സ് എന്ന് പറഞ്ഞാൽ മ്യൂസിക്കിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ് നമ്മൾ നോട്ട്സ് എന്ന് പറയുന്നത്. സോ മ്യൂസിക്, മെലോഡിയസ് വോയിസ് എന്ന് നമുക്ക് പറയാം. പ്രകൃതിയുടെ ശബ്ദം കേട്ട് ആസ്വദിച്ച് ഞാൻ എവിടെ ഇരിക്കുന്നു? വൈൽ ഇൻ എ ഗ്രോ എന്ന് പറഞ്ഞു വെച്ചാൽ വുഡി ഏരിയ, ഇതുപോലുള്ളൊരു സ്ഥലത്താണ് അദ്ദേഹം ഇരിക്കുന്നത്, വുഡി ഏരിയ. ഐ സേറ്റ് റിക്ലൈംഡ്, ഞാൻ പല ഓർമ്മകളിൽ മുഴുകി ആസ്വദിച്ച് പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഇരിക്കുകയായിരുന്നു അവിടെ. ഇൻ ദാറ്റ് സ്വീറ്റ് മൂഡ്, അത്രയും മനോഹരമായ ആ മൂഡിൽ പോലും. വെൻ പ്ലസൻറ്റ് തോട്ട്സ്, സന്തോഷകരമായ ചിന്തകൾ, ബ്രിങ് സാഡ് തോട്ട്സ് ടു മൈ മൈൻഡ്, എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മൈൻഡിലേക്ക് വിഷാദകരമായ ചില ചിന്തകൾ വന്നു ചേർന്നു എന്നാണ് പറയുന്നത്. അത്രയും മനോഹരമായി പ്രകൃതിയെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വിഷാദമായ ചില ചിന്തകൾ കടന്നു വന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ആദ്യത്തെ അദ്ദേഹം പറഞ്ഞത് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള കൃത്യമായ വ്യത്യാസമാണ്. മനുഷ്യന് സന്തോഷം എപ്പോഴും സന്തോഷിച്ചിരിക്കാൻ സാധിക്കുന്നില്ല. സന്തോഷം പോലും ദുഃഖങ്ങൾ കൊണ്ടുവരുന്ന പല തോട്ട്സും അദ്ദേഹത്തിന് മനസ്സിലേക്ക് കൊണ്ടുവരുന്നു എന്നാണ് പറയുന്നത്. ടു ഹെർ ഫെയർ വർക്ക്സ് ഡിഡ് നേച്ചർ ലിങ്ക് ദ ഹ്യൂമൻ സോൾ ദാറ്റ് ത്രൂ മീ റാൻ ആൻഡ് മച്ച് ഇറ്റ് ഗ്രീവ്ഡ് മൈ ഹാർട്ട് ടു തിങ്ക് വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. ഓക്കെ, ടു ഹെർ ഫെയർ വർക്ക്സ്, ടു ഹെർ ഫെയർ വർക്ക്, ഹെയർ എന്ന് ഉദ്ദേശിക്കുന്നത് നേച്ചറിനെ ആവാം, നേച്ചറിലൂടെ ദൈവത്തെ തന്നെ ആവാം. ടു ഹെർ ഫെയർ വർക്ക്സ്, നോക്കുക, ട്രീറ്റിംഗ് പീപ്പിൾ ഈക്വലി ഫെയർ, എല്ലാവരും ഒരുപോലെ ട്രീറ്റ് ചെയ്തുകൊണ്ട് അവൾ അണിയിച്ചൊരുക്കിയിരിക്കുന്ന ഈ പ്രകൃതി. നേച്ചർ ലിങ്ക് ഹ്യൂമൻ സോൾ ദാറ്റ് ത്രൂ മീ റാൻ, എന്നിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ഹ്യൂമൻ സോൾ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ സോൾ എന്ന് പറഞ്ഞാൽ ആത്മാവ്, അതൊരു കണക്ഷനുണ്ട്, ഇൻ്റർ കണക്ഷൻ, ഒരു സ്ട്രോങ് ബോണ്ട് കണക്ഷനുണ്ട് ആരുമായി? പ്രകൃതിയുമായി. ഞാനും പ്രകൃതിയും വ്യത്യസ്തരല്ല, രണ്ടിലൂടെയും ഒഴുകുന്ന ആത്മാവ് ഒന്നാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ദൈവം കൽപ്പിച്ചു തന്നിട്ടുള്ള ഈ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ഒരേ ആത്മാവാണ് ഒഴുകുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് മച്ച് ഇറ്റ് ഗ്രീവ്ഡ് മൈ ഹാർട്ട്, അതാണ് എൻ്റെ ഹൃദയത്തെ, ഹാർട്ടിനെ വല്ലാതെ ഗ്രീവ് ചെയ്യിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദനിപ്പിക്കുന്നത്. ഇൻറ്റൻസ് സോറോ എന്നാണ് അർത്ഥം. വല്ലാതെ വേദനിപ്പിക്കുന്നതും അത് തന്നെയാണ്. എങ്ങനെ ചിന്തിക്കുമ്പോൾ വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ, മനുഷ്യരിലൂടെ മനുഷ്യൻ എന്തുണ്ടാക്കി. പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ എല്ലാം വളരെ മനോഹരവും സുന്ദരവും, എന്താ പറയുക, അത്രയധികം മനോഹരമായ ഒരു സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മനുഷ്യനാൽ ഇവിടെ എന്തൊക്കെയാണ് ഉണ്ടാക്കിയതെന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. മനുഷ്യനാൽ എന്തുണ്ടാക്കിയെന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായ ഉത്തരങ്ങളുണ്ട്. മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കലഹങ്ങളും വാറും യുദ്ധങ്ങളും, അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹമില്ലാതെ പെരുമാറുന്ന അവസ്ഥയും, എപ്പോഴും സങ്കടപ്പെടേണ്ടി വരുന്ന അവസ്ഥയും, നിരാശപ്പെടേണ്ടി വരുന്ന അവസ്ഥയും എല്ലാം കൂടി ആണ് അദ്ദേഹം ഈ വരികളിലൂടെ നമുക്ക് മുന്നിലേക്ക് അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ത്രൂ primrose tufts in the green bower, the periwinkle trailed its wreaths, and it's my faith that every flower enjoys the air it breathes. Look at that. ത്രൂ പ്രിംറോസ് ടഫ്സ്, പ്രിംറോസ് എന്ന് പറയുന്നത് ഒരു ഫ്ലവറാണ്, ഒരു പെയിൽ യെല്ലോ കളറുള്ള ഒരു ഫ്ലവറാണ്, ഈഡിബിൾ ഫ്ലവറാണ്. ആൻഡ് ഇൻ ദാറ്റ് ഗ്രീൻ ബോവർ, ആ ഗ്രീൻ ബോവറിൽ, ആ ഒരു പുൽത്തകിടിയിൽ അല്ലെങ്കിൽ പച്ചപ്പാർന്ന ആ പ്രദേശത്ത് വിരിഞ്ഞു നിൽക്കുന്ന പ്രിംറോസ്. അദ്ദേഹം ഈ സന്താപത്തെക്കുറിച്ച് പറയുമ്പോഴും ചുറ്റും നടക്കുന്ന പ്രകൃതിയെ വർണ്ണിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. പ്രിംറോസ്, അതായത് ആ ഒരു മനോഹരമായ പച്ചപ്പിൽ വിരിഞ്ഞു നിൽക്കുന്ന മഞ്ഞ നിറമുള്ള പ്രിംറോസ് ടഫ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലസ്റ്റർ എന്ന് നമുക്ക് പറയാം, ഒരു കൂട്ടം പ്രിംറോസ്. ആൻഡ് ദ പെരിവിങ്കിൾ ട്രയൽഡ് ഇറ്റ്സ് റെഡ്സ്, എന്ന് വെച്ചാൽ പെരിവിങ്കിൾ എന്ന് പറഞ്ഞാലും ഒരു ഓൾഡ് വേൾഡ് ഫ്ലവറാണ്, ബ്ലൂവിഷ് കളറുള്ള ഒരു ഫ്ലവറാണ്. ആ ഫ്ലവർ ട്രയൽ എന്ന് പറഞ്ഞാൽ വരച്ച് വെച്ചിരിക്കുന്ന, റെഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ഫ്ലവേഴ്സാണ് പറയുക. അത്രയും മനോഹരമായി അറേഞ്ച് ചെയ്ത്, ഒരു ചിത്രകാരൻ എങ്ങനെയാണോ ചിത്രം വരച്ച് വെക്കുന്നത് അത്രയും മനോഹരമായി അതിൻ്റെ പെറ്റൽസൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന പെരിവിങ്കിൾ ഫ്ലവേഴ്സ്, അവിടെ വിടർന്ന് മനോഹരമായി നിൽക്കുന്ന പ്രിംറോസ് ടഫ്സ്. പിന്നെയോ ആൻഡ് ഇറ്റ്സ് മൈ ഫെയ്ത്ത്, ഇതെൻ്റെ വിശ്വാസമാണ്. ഫെയ്ത്ത് എന്ന് പറഞ്ഞ വിശ്വാസം, എൻ്റെ ഒരു വിശ്വാസമാണ്. ദാറ്റ് എവ്രി ഫ്ലവർ എൻജോയ്സ് ദ എയർ ഇറ്റ് ബ്രീത്hes, എല്ലാ പൂക്കളും, ഈ ലോകത്തുള്ള സകല പൂക്കളും അത് ശ്വസിക്കുന്ന വായു ആസ്വദിച്ചാണ് ശ്വസിക്കുന്നത് എന്നാണ് പറയുന്നത്. ദൈവം മനോഹരമായി അണിച്ചൊരുക്കി കൊടുത്ത പ്രകൃതിയെ ഓരോ ജീവജാലങ്ങളും എങ്ങനെയെല്ലാം ആസ്വദിക്കുന്നു എന്നാണ് ഈ വരികളിലൂടെ അദ്ദേഹം വിവരിക്കുന്നത്. The birds around me hopped and played, their thought I cannot measure, but the least motion which they made, it seemed a thrill of pleasure.
പിന്നീട് അദ്ദേഹം വർണ്ണിക്കുന്നത് ചുറ്റും നോക്കുമ്പോൾ കാണുന്ന ബേഡ്സിൻ്റെ ഒരു ആഹ്ലാദമാണ് അദ്ദേഹം പറയുന്നത്. പ്രകൃതിയിലുള്ള ബേഡ്സ് അറൗണ്ട് മീ ഹോപ്ഡ് ആൻഡ് പ്ലേഡ്. ഹോപ്പ് എന്ന് പറഞ്ഞാൽ ചാടുക, പ്ലേഡ് എന്ന് പറഞ്ഞാൽ കളിക്കുക, തുള്ളിച്ചാടുക എന്നാണ്. തുള്ളിച്ചാടി കളിക്കുന്ന പക്ഷികൾ അദ്ദേഹം കാണുന്നു. ദെയർ തോട്ട്, അവരുടെയൊക്കെ വിചാരം, ചിന്തകൾ എന്താണെന്ന് ഐ ക്യാനോട്ട് മെഷർ, എനിക്ക് അളക്കാൻ സാധിക്കില്ല. ബട്ട് വില്യം വേർഡ്സ്വർത്തിന് ഒന്ന് പറയാനുണ്ടെന്ന് വെച്ചാൽ ദ ലീസ്റ്റ് മൂവ്മെൻറ്റ്, അത് നടത്തുന്ന പക്ഷികൾ നടത്തുന്ന ചെറിയ ചലനങ്ങൾ പോലും കാണാൻ സാധിക്കുന്നുണ്ടെന്ന് വെച്ചാൽ എ ത്രിൽ ഓഫ് പ്ലഷർ. അവരെല്ലാവരും സന്തോഷിതരാണ്, അവരെല്ലാവരും പ്രകൃതിയുടെ ഭംഗി ആസ്വദിച്ച് സന്തോഷകരമായി ജീവിക്കുകയാണ്. ദ ബഡിങ് ട്വിഗ്സ് സ്പ്രെഡ് ഔട്ട് ദെയർ ഫാൻ ടു ക്യാച്ച് ദ ബ്രീസി എയർ. ഇപ്പോൾ ദ ബഡിങ് ട്വിഗ്സ് എന്ന് പറയുന്നത് കവിഭാവനയാണ്. ചില്ലകൾ ഇങ്ങനെ പുറത്തേക്ക് കൈകൾ വിടർത്തുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? സ്പ്രെഡ് ഔട്ട് ദെയർ ഫാൻ, അവരുടെ കൈകൾ ഇങ്ങനെ പുറത്തേക്ക് വിടർത്തുക എന്നാണ് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ടു ക്യാച്ച് ദ ബ്രീസി എയർ, പുറത്തുള്ള മനോഹരിതമായ തളരിതമായ ആ കാറ്റിനെ തലോടാൻ വേണ്ടി കൈകൾ ഉയർത്തി പിടിക്കുന്നു എന്നാണ് പറയുന്നത് ചില്ലകൾ. ആൻഡ് ഐ മസ്റ്റ് തിങ്ക്, അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ ചിന്തിച്ചേ മതിയാകും. എങ്ങനെ? ഡു ആൾ ഐ ക്യാൻ ദാറ്റ് ദെയർ വാസ് പ്ലഷർ ദെയർ. ആ പ്രകൃതിയിൽ പ്ലഷർ, സന്തോഷമുണ്ട് എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുകയാണ്. ഇഫ് ദിസ് ബിലീഫ് ഫ്രം ഹെവൻ ബി സെൻറ്റ്, ഇഫ് സച്ച് ബി നേച്ചേഴ്സ് ഹോളി പ്ലാൻ, ഹാവ് ഐ നോട്ട് റീസൺ ടു ലാമൻ വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. ശരിയാണ്, ഇങ്ങനെ ഒരു ബിലീഫ്, ഇതാണ് ബിലീഫ് എങ്കിൽ സ്വർഗത്തിൽ നിന്ന് ഇങ്ങോട്ട് അയച്ച, ഡാർവിൻ യുഗത്തേക്കാൾ മുമ്പിൽ ഈ ഭൂമി സൃഷ്ടിച്ച ദൈവം ഇങ്ങനെയാണ് ഭൂമിയെ സൃഷ്ടിച്ചിരിക്കുന്നതെങ്കിൽ, പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങളും, മനുഷ്യനും മൃഗങ്ങളും പക്ഷി മൃഗാദികളും അതുപോലെ മരങ്ങളും എല്ലാവരും ഒത്തൊരുമിച്ച് സന്തോഷിച്ചോടെ ജീവിക്കണം എന്ന് വിചാരിച്ച് പ്രകൃതി അണിയിച്ചൊരുക്കിയ ദൈവം വിചാരിച്ചത് ഇങ്ങനെയെങ്കിൽ, നേച്ചറിൻ്റെ ഹോളി പ്ലാൻ, ഈ പ്രകൃതിയുടെ ഒരു പ്ലാൻ ഇതായിരുന്നുവെങ്കിൽ എല്ലാവരും സന്തോഷിതരായി ജീവിക്കുക എന്നായിരുന്നു അവരുടെ പ്ലാനെങ്കിൽ, നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഏറ്റവും മികച്ച ആർക്കിടെക്റ്റ് ഗോഡ് തന്നെയാണ്. ഈ ഭൂമി നോക്കിയാൽ മതി, ഇത്രയും മനോഹരമായ വേറൊരു വസ്തു ഉണ്ടാക്കാൻ ഒരാൾക്ക് സാധിക്കില്ല. സോ ഇത് അണിയിച്ചൊരുക്കിയിരിക്കുന്ന എല്ലാവർക്കും സന്തോഷിതരായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ, ഹാവ് ഐ നോട്ട് ദ റീസൺ ടു ലാമെൻറ്റ്, എനിക്ക് ലാമെൻറ്റ് ചെയ്യാൻ അവകാശമില്ലേ, അല്ലെങ്കിൽ എനിക്ക് ലാമെൻറ്റ് ചെയ്യാൻ ഒരു റീസൺ ഇല്ല. ലാമെൻറ്റ് എന്ന് പറഞ്ഞാൽ ദുഃഖിക്കാൻ ഒരു റീസൺ ഇല്ലേ. വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ, മനുഷ്യരാൽ എന്തുണ്ടാക്കി എന്നാലോചിച്ച് സങ്കടപ്പെടാൻ എനിക്ക് അവകാശമില്ലേ എന്നാണ് വില്യം വേർഡ്സ്വർത്ത് ചോദിക്കുന്നത്. കാരണം പ്രകൃതിയുള്ള ജീവികളെല്ലാം പരസ്പരം സന്തോഷിച്ച്, ചിരിച്ച് കളിച്ച് ജീവിക്കുന്ന ഈ വേളയിൽ മനുഷ്യരാൽ എന്തൊക്കെയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്? മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുന്നു, മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുന്നു, മിണ്ടാതെ നടക്കുന്നു. അങ്ങനെയുള്ള വൈരുദ്ധ്യങ്ങളെയാണ് കവി വിശേഷിപ്പിക്കുന്നത്. മാത്രമല്ല, പ്രകൃതിക്ക് മനുഷ്യൻ തിരിച്ചു കൊടുക്കുന്ന എന്താണ്? ഡിസ്ട്രക്ഷൻ, ഡിഫോറസ്റ്റേഷൻ, ഇതൊക്കെ ഇതിൽ പെടുത്താം. മരങ്ങൾ വെട്ടി നശിപ്പിച്ച് മനുഷ്യൻ പണിയുന്ന എല്ലാ ബിൽഡിങ്സിനെയും ഇതിലേക്ക് പെടുത്താം. അങ്ങനെ പ്രകൃതിയെ നശിപ്പിക്കുന്ന മനുഷ്യനെതിരെയുള്ള ശക്തമായ ചില വാചകങ്ങളാണ് വില്യം വേർഡ്സ്വർത്ത് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രകൃതി അത്രയും സ്നേഹിച്ച ഒരു കവി എന്ന നിലയിൽ അദ്ദേഹത്തിന് അത് പറയാനുള്ള അവകാശവുമുണ്ട്. അന്നത്തെ കാലത്ത് എഴുതിയാണെങ്കിലും നോക്കുക, ആ ദീർഘവീക്ഷണമാണ് നമ്മൾ കാണേണ്ടത്. ഇന്നത്തെ കാലത്തെ തലമുറയ്ക്കും അത് ആപ്റ്റാണ്. ഇന്നത്തെ കാലത്തും നമ്മൾ ചെയ്തു കൂട്ടുന്ന പ്രകൃതിക്ക് എതിരെയുള്ള പല പ്രവർത്തനങ്ങളെക്കുറിച്ചുമുള്ള ഒരു പരാമർശമാണ് ഇതിൽ പറയുന്നത്. മാത്രമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യുദ്ധം, വൈരുദ്ധ്യം ഇതെല്ലാം അവസാനിപ്പിച്ച് പ്രകൃതിയുമായി ഇണങ്ങി സൗഹൃദത്തോടെ ജീവിക്കണമെന്നാണ് വില്യം വേർഡ്സ്വർത്ത് കവിതയിലൂടെ പറയുന്നത്. താങ്ക് യു.